ബഹിരാകാശത്ത് പെട്ടുപോകുക എന്നത് അപകടകരവും സങ്കടകരവുമായ ഒരു സംഗതിയാണ്. ബോയിങ് കമ്പനി നിർമ്മിച്ച അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിലേക്ക് അയച്ച സ്റ്റാർലൈൻ പേടകത്തിലാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും 2024 ജൂൺ 5 യാത്ര തിരിച്ചത്. ഇരുവരും 8 ദിവസത്തെ ഗവേഷണത്തിനാണ് സ്പേസ് സ്റ്റേഷനിലെത്തിയത്. ജൂൺ 14 തിരികെ പോരേണ്ടതായിരുന്നു. ദൗർഭാഗ്യവശാൽ സ്റ്റാർലൈൻ പേടകത്തിലെ ഹീലിയം ചോർച്ചയും പേടകത്തിന്റെ ത്രസ്റ്ററുകൾക്ക് സംഭവിച്ച തകരാറും ഇരുവരുടെയും മടക്കയാത്ര അനിശ്ചിതത്വത്തിലാക്കി. 257 ദിവസങ്ങൾ നീണ്ട താമസം കഴിഞ്ഞ് അവർ തിരിച്ചെത്തി. അതിനായി സ്പേസ് എക്സ് ക്രൂ 10 ദൗത്യ സംഘം ശനിയാഴ്ചയാണ് ബഹിരാകാശ നിലയത്തിലെത്തിയത്. ക്രൂ 10 ദൗത്യ സംഘത്തിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ ആനി മക്ലെയിൻ, നിക്കോൾ ഐഎസ് എന്നിവരും ജാപ്പാനീസ് സഞ്ചാരിയായ തക്കുയ ഒനിഷി, റഷ്യയുടെ കിറിൽ പെസ്കോവ് എന്നിവരും. ശനിയാഴ്ച 4 പേരെയും കൊണ്ട് യാത്ര തിരിച്ച ക്രൂ ഡ്രാഗൺ പേടകത്തിലല്ല സുനിതയും കൂട്ടരും മടങ്ങി വന്നത്. അവർക്ക് മടങ്ങി വരാനുള്ള പേടകം നേരത്തെ തന്നെ ബഹിരാകാശ നിലയത്തിൽ എത്തിയിരുന്നു. 2024 സെപ്റ്റംബർ 28 വിക്ഷേപിച്ച ക്രൂ 9 ദൗത്യപേടകമാണത്. അതിലാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും മറ്റ് 2 യാത്രികർക്കൊപ്പം തിരികെ എത്തിയത്. സാധാരണഗതിയിൽ ഇത്തരം വാഹനങ്ങളിൽ 4 പേരെയാണ് നാസ ബഹിരാകാശ നിലയത്തിലേക്ക് അയക്കുക. എന്നാൽ സെപ്റ്റംബറിൽ വിക്ഷേപിച്ച ക്രൂ 9 ദൗത്യപേടകത്തിൽ നിക് ഹേഗ്, അലക്സാണ്ടർ ഗോർബനോവ് എന്നീ 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 സീറ്റുകൾ ആ പേടകത്തിൽ ഒഴിച്ചിട്ടിരുന്നു. അത് സുനിതയ്ക്കും വിൽമോറിനും തിരിച്ചു വരാനാണ്. സുനിതയും വിൽമോറും ഉൾപ്പെടെ 7 ദൗത്യ അംഗങ്ങൾ സ്പേസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. ക്രൂ 9 ദൗത്യപേടകത്തിലെത്തിയ 2 പേർക്കൊപ്പം സുനിതയും വിൽമോറും തിരികെ വന്നപ്പോൾ ശനിയാഴ്ച അവിടെ എത്തിയ 4 പേർ നിലയത്തിൽ തങ്ങും. നിലയത്തിലെ അംഗസംഖ്യ വീണ്ടും 7 തന്നെയാവും. വെടിയുണ്ടയുടെ 10 മടങ്ങ് സഞ്ചാര വേഗം. 15 രാജ്യങ്ങൾ ഉൾപ്പെട്ട 5 ബഹിരാകാശ ഏജൻസികൾക്കാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ചുമതല. 1998 നവംബർ 20 ബഹിരാകാശ നിലയം ലോഞ്ച് ചെയ്തു. 2000 മുതൽ അവിടെ സ്ഥിരമായി സഞ്ചാരികൾ താമസിച്ച് ദൗത്യങ്ങളിൽ ഏർപ്പെടുന്നു. 105 മീറ്റർ നീളമുള്ള നിലയത്തിന് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വിസ്താരമുണ്ട്. ഏതാണ്ട് 4.2 ലക്ഷം കിലോഗ്രാം ഭാരമുള്ള ബഹിരാകാശ നിലയം ഭൂമിയിൽ നിന്ന് 408 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലാണ് ഭൂമിയെ ചുറ്റുന്നത്. അതും സെക്കൻഡിൽ 7.6 കിലോമീറ്റർ വേഗത്തിൽ, മണിക്കൂറിൽ 28,000 കിലോമീറ്റർ വേഗം. ഒരു വെടിയുണ്ടയുടെ സ്പീഡിന്റെ ഏതാണ്ട് 10 മടങ്ങ് വരും ഇത്. ഇത്രയും വേഗത്തിൽ ചുറ്റുന്നത് കൊണ്ട് ദിവസവും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയെ 16 തവണ വലം വയ്ക്കുന്നു. എന്നുവെച്ചാൽ ഭൂമിയിൽ ഒരു ദിവസം ഒരു സൂര്യോദയവും ഒരു അസ്തമയവും കാണുമ്പോൾ ബഹിരാകാശ നിലയത്തിലെ യാത്രികർ ദിവസവും 16 സൂര്യോദയവും 16 അസ്തമയവും കാണുന്നു. അത് വെച്ച് നോക്കിയാൽ ഇത്തവണ സുനിത വില്യംസ് 257 സൂര്യോദയത്തിന് പകരം കണ്ടത് 4592 സൂര്യോദയങ്ങളും അത്ര തന്നെ അസ്തമയങ്ങളുമാണ്. മൈക്രോ ഗ്രാവിറ്റി കണ്ടീഷനാണ് ബഹിരാകാശ നിലയത്തിലുള്ളത്. അതിനാൽ അവിടെയുള്ള അംഗങ്ങളുടെ പേശികൾക്കും അസ്ഥികൾക്കും ക്ഷയം സംഭവിക്കാം. അത് ഒഴിവാക്കാൻ ഓരോ യാത്രികരും ദിവസവും കുറഞ്ഞത് 2 മണിക്കൂർ വർക്കൗട്ട് ചെയ്യണം എന്നാണ് വ്യവസ്ഥ. മൈക്രോ ഗ്രാവിറ്റിയിൽ മാത്രം നടത്താൻ പറ്റുന്ന പരീക്ഷണങ്ങൾ ഉണ്ട്. അതിനുള്ള വേദി കൂടിയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം. 108 രാജ്യങ്ങളിൽ നിന്നുള്ള ഗവേഷകർ 3000-ഓളം ശാസ്ത്രാന്വേഷണങ്ങൾ ഇതിനകം ബഹിരാകാശ നിലയത്തിൽ നടത്തിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ലോകത്ത് ഏറ്റവും ഊർജിതമായി ഗവേഷണം നടക്കുന്ന ഒരു ലാബ് കൂടിയാണ് ബഹിരാകാശ നിലയം. സുനിതയ്ക്ക് എന്ത് കിട്ടും? 8 ദിവസത്തേക്ക് സ്പേസിൽ പോയി 287 ദിവസം അവിടെ കഴിയേണ്ടി വന്ന സുനിതയ്ക്കും വിൽമോറിനും ആ സഹനത്തിന് എന്ത് പ്രതിഫലം കിട്ടും? തിരിച്ചു വരുന്നു എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിലുയരുന്ന ചോദ്യം ഇതാണ്. ഇതിനൊരു മറുപടി കഴിഞ്ഞ ദിവസം നാസയുടെ പഴയ ബഹിരാകാശ സഞ്ചാരി നൽകിയിരുന്നു. അവർ പറഞ്ഞതിന് പ്രകാരം ദിവസം വെറും $4, ഏതാണ്ട് 350 രൂപ വീതമാണ് ഇരുവർക്കും ശമ്പളം കൂടാതെ അലവൻസ് ലഭിക്കുക. ബഹിരാകാശ നിലയത്തിലെ താമസം, ഭക്ഷണം എന്നിവയുടെ ചിലവ് നാസ വഹിക്കും. അമേരിക്കയിൽ നാസയുടെ ബഹിരാകാശ സഞ്ചാരികളെ ഫെഡറൽ ഉദ്യോഗസ്ഥ വിഭാഗത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. ഭൂമിയിൽ സഞ്ചരിക്കുന്നത് പോലെ മാത്രമേ ബഹിരാകാശ യാത്രയും പരിഗണിക്കൂ, അല്ലാതെ ഓവർടൈം സാലറി ഇല്ല. എന്താണ് റഷ്യൻ പേടകം സോയൂസ് ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലെത്താൻ 3.5 മണിക്കൂർ മാത്രം എടുത്തപ്പോൾ സ്പേസ് എക്സ് ഡ്രാഗൺ അതേ ദൂരത്തിന് 17 മണിക്കൂർ എടുത്തതെന്നറിയാമോ? സോയൂസ് ഒരു ബുള്ളറ്റ് പോലെയുള്ള നേർരേഖയിൽ സഞ്ചരിച്ചപ്പോൾ സ്പേസ് എക്സ് ഡ്രാഗൺ സഞ്ചാരികളുടെ സുരക്ഷിതത്വത്തിനും സുഖകരമായ ഒരു യാത്രയ്ക്കും ഏറ്റവും അഭിലഷണീയമായ ലാൻഡിങ്ങിനും ഏറെ പ്രാധാന്യം കൊടുത്തതുകൊണ്ടാണ് കൂടുതൽ സമയമെടുത്തത്. ശ്രീദേവി, ഐ കേരള, തിരുവനന്തപുരം.